പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയിൽ 26ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ശീർഷകം. അപ്പോൾ ഈ രാജ്യത്ത് അമ്മയുടെ ഉദരത്തിൽ ജീവൻ വയ്ക്കുന്നത് മുതൽ അവസാന ശ്വാസം വെച്ച് അടക്കം ചെയ്യുന്നതുവരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രക്രിയകളും വ്യാപാരങ്ങളും നമ്മുടെ ഈ ചർച്ചയിൽ, ഈ സംപ്രേഷണത്തിൽ വിഷയമാകുന്നുണ്ട്. കഴിഞ്ഞ 20ഓളം എപ്പിസോഡുകൾ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു സംപ്രേഷണം ചെയ്തിരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് +2 റിസൾട്ടൊക്കെ വന്ന് കുട്ടികൾ അടുത്ത ഉപരിപഠനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് കൂടെ ഒന്ന് സംസാരിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 4.5 ലക്ഷത്തിലേറെ കുട്ടികൾ +2 പാസ്സായി, 10ാം ക്ലാസ് പാസ്സായി +2ലേക്ക് പ്രവേശിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ 4.5 ലക്ഷം കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കളെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 12-13 ലക്ഷത്തോളം ആളുകൾ വലിയ ആകാംക്ഷയിലും ഉത്കണ്ഠയിലുമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടുമോ, ഇഷ്ടപ്പെട്ട വിഷയം കിട്ടുമോ, ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ, അടുത്തുള്ള സ്കൂളിലായിരിക്കുമോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് നമുക്ക് അറിയാം, സ്റ്റേറ്റ് സിലബസിൽ നിർലോഭമായിട്ട് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ A+ഉം Aയും ഒക്കെ വാങ്ങിച്ച് വരുന്നുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ട്രീമിലേക്ക്, ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ കിട്ടണം. അതൊരു വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് കിടക്കുക. കാരണം വിദ്യാഭ്യാസവും ജീവിതമൊക്കെ കുറച്ചുകൂടെ ലളിതവും സന്തോഷകരവും ആയിത്തീരേണ്ടതാണ്. പക്ഷേ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ ഉത്കണ്ഠയ്ക്കും വിഷമത്തിനും കാരണമാകുന്ന ഒരു രീതിയാണ്. കാരണം ഈ പഠിച്ചു വരുന്ന കുട്ടികൾ ഉപരിപഠനത്തിന് ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ടെക്നോളജി മറ്റേതെങ്കിലും തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപരിപഠനം നടത്തി കഴിയുമ്പോൾ അവർക്ക് കിട്ടാവുന്ന തൊഴിലിൻ്റെ സാധ്യത എന്ന് പറഞ്ഞത് വളരെ വിരളമാണ്. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ നല്ല നിലയിൽ പഠിക്കണമെന്നും, മിക്കവാറും മാതാപിതാക്കളുടെ സ്വപ്നം എന്ന് പറയുന്നത് സിവിൽ സർവീസാണ്. സിവിൽ സർവീസിൽ മക്കളെ കയറ്റി എത്തിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അവർ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത രീതി, അല്ലെങ്കിൽ ടെക്നോളജി, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ സയൻസ്, ഇതിലേതെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടി അവർക്ക് നാട്ടിൽ ഒരു നല്ല ജീവിത മാർഗം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിദേശത്ത് അവർക്ക് തൊഴിൽ സാധ്യത നേടിയെടുക്കുക എന്നൊക്കെയുള്ള വലിയ കണക്കൂട്ടലിലും പ്രതീക്ഷയിലുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും ജോലി സാധ്യത എന്ന് പറഞ്ഞ ആളുകളെല്ലാം വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത് PSC സർക്കാർ ജോലിയിലേക്കാണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് +1 +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി ലെവലിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്കുള്ള പ്രതീക്ഷ സർക്കാർ ജോലിയിലാണ്. നമുക്കറിയാം എത്ര പേർക്ക് അവിടെ കിട്ടും. 5% പോലും സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ എല്ലാ കുട്ടികളും, എല്ലാ മാതാപിതാക്കളും ട്യൂഷൻ എടുക്കുന്നതും പരിശീലനത്തിന് വിടുന്നതൊക്കെ സർക്കാർ ജോലിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് എൻട്രൻസ് പരീക്ഷ കോച്ചിങ് സെൻ്ററുകൾ, നമുക്കറിയാം, ബ്രില്യൻ്റ്, സഫയർ, ആകാശ് എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ വളരെ വലിയ രീതിയിൽ പരസ്യം ചെയ്ത് വലിയ തോതിൽ കുട്ടികളെ അവിടെ എല്ലാം പഠിപ്പിച്ച് പരീക്ഷ എഴുതിയവരുടെ പരസ്യം നമ്മുടെ പത്രത്തിൽ നോക്കിയാൽ ഈ സ്ഥാപനങ്ങളുടെ പരസ്യമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ പഠിച്ചവരൊക്കെ എവിടെ പോയി എന്നുള്ളത്, അവർക്ക് എന്ത് ജോലി കിട്ടിയെന്നുള്ള അന്വേഷിക്കാനായിട്ട് നമ്മുടെ നാട്ടിലൊരു സംവിധാനമില്ല. വളരെ നിരാശാജനകമായ ഒരു കാര്യമാണിത്. കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഏത് രീതിയിൽ ജീവിതമാർഗം ഉണ്ടാക്കാമെന്ന് പറയുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്, അല്ലെ ജീവിത ലക്ഷ്യമാണ്. ഒരു തൊഴിൽ കിട്ടണം, ജീവിതത്തിലൊന്ന് സെറ്റിലാകണം, കുടുംബം ഉണ്ടാകണം, കുടുംബം പോറ്റാനുള്ള വഴി ഉണ്ടാകണം. അപ്പോൾ ഇതിനൊന്നും കാര്യമായ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ചയോ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. തൊഴിൽ രംഗം എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് നമുക്ക് സർക്കാർ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ കുറച്ച് കോർപ്പറേഷനുകളിലോ ബോർഡിലോ ഒക്കെ താൽക്കാലിക ജോലി, ഇല്ലെങ്കിൽ രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ഒക്കെ കുറച്ച് വേക്കൻസികൾ ഒഴിച്ചിട്ടിട്ട് അതിലേക്ക് താൽക്കാലിക ജീവനക്കാരെ വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി ഈ കാലം നമ്മൾ പറയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു, നമ്മുടെ നാട്ടിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരുന്നു എന്ന് പറയുന്നു. വളരെ ഉന്നത തലത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഫഷണൽ കോളേജുകൾ കുറച്ച് വന്നു. അത് പലതും പൂട്ടലിൻ്റെ വക്കിലാണ്, അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കുട്ടികളെ അവിടെ കിട്ടാനില്ല. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, അവർക്ക് തൊഴിലില്ലായ്മ മൂലം അവരും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇന്നും ആലോചിച്ച് നോക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട് 99%, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ എല്ലാവർക്കും പാസ്, അല്ലെങ്കിൽ എല്ലാവരും A+ വാങ്ങിച്ചു, അല്ലെങ്കിൽ A വാങ്ങിച്ചു, ഇങ്ങനെ കിടച്ച വാർത്തകൾ കാണാം. എന്നല്ലാണ്ട് ഈ കുട്ടികളുടെ ജീവിതത്തിൽ എന്തായി തീരുന്നു, അല്ലെങ്കിൽ അവർക്ക് എവിടെ അഡ്മിഷൻ കിട്ടുന്നു, എന്ത് പഠിച്ച് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യവും നമ്മുടെ പേപ്പറിൽ കാണാറില്ല. അതൊക്കെ ചില ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജർമ്മനിയിൽ കൊണ്ടുപോകാനായിട്ടൊരു ഏജൻസി, യൂറോപ്പിൽ കൊണ്ടുപോകാനൊരു ഏജൻസി, ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാനൊരു ഏജൻസി, അമേരിക്കയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് വേറെ ഏജൻസി, ഇങ്ങനെ കുറേ ഏജൻസികൾ ഈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇത് കേട്ടിട്ട്, ഈ പേപ്പറിലെ പരസ്യം കണ്ടിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ പരസ്യം കണ്ടിട്ട് അവരതിൽ ആകർഷിതരായിട്ട് ആ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാനും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനും സാധ്യതയുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ഥിരപ്പെടും, അവിടെ പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടും. അതിന് 30-40 ലക്ഷം രൂപ വേണം.
അപ്പോൾ ഇതാണ് പിള്ളേരുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന തൊഴിൽ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ തൊഴിൽ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് പരിശീലന സൗകര്യമുണ്ട്, ഇതൊന്നും നമുക്ക് പിന്നെ പരിഗണിക്കുന്ന വിഷയമല്ല. എല്ലാ കുട്ടികളും ഞാൻ വളരെ അധികം കുറേ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അവർക്ക് പറഞ്ഞത്, എൻ്റെ മോന് പഠനവും ജോലിയും, പാർട്ട് ടൈം ജോലിയും പഠനവും ഓസ്ട്രേലിയയിൽ എത്ര ലക്ഷം, 40 ലക്ഷം രൂപ വീട് പണയം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ജർമ്മനിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, നമ്മുടെ കോഴിയെ മുട്ട വിരിച്ചിറക്കുക വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ നാടൻ കോഴിയുടെ മുട്ട പൊരുന്ന് വെക്കാന്ന് പറയും. മുട്ട അട വെച്ചിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെ തേടി തിന്നണം. തള്ളക്കോഴി ഒരു 10-15 ദിവസത്തേക്ക് ഇതിന് തീറ്റി കൊത്തിയൊക്കെ കാണിച്ചു കൊടുക്കും, പിന്നെ തന്നെ തേടി തിന്നോണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിപ്പിച്ചു വിടുന്ന പിള്ളേർ സ്വന്തമായിട്ട് ജീവിതമാർഗം തേടിയെടുത്തോണം. ഇതാണ് നമ്മുടെ ഒരു പോളിസി. അല്ലെങ്കിൽ അവരെന്താതിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പിന്നെ ആശങ്കയില്ല. ദിവസവും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വരിക, എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സംഘടനകളും നമ്മുടെ സംസ്ഥാനം മുഴുവൻ അതിൻ്റെ പുറകെയാണ്. അവിടെ ഒരാൾ ജയിക്കുന്നു. വാസ്തവത്തിൽ ആ നാട്ടുകാരുടെ ഒരു പ്രശ്നമുള്ളത്, നിലമ്പൂരുകാരുടെ പ്രശ്നം എന്നുള്ളത് കേരളത്തിൻ്റെ ആകെ പ്രശ്നമായിട്ടെടുത്തിട്ട് വലിയ ഉത്സവമായിട്ട് പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആര് ജയിക്കും, ആര് തോക്കും. അസൽ ഇതൊരു ബാലിശമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരാൾ രാജിവെച്ചു, അല്ലെങ്കിൽ ഒരാൾ സ്ഥാനം ഒഴിഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, ആ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന ആളെ കൊണ്ട് ഈ സംസ്ഥാനത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. നമ്മളീ പറഞ്ഞ പ്രശ്നത്തിൽ, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയിൽ അവിടെ ഒന്നും കാര്യമായൊരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല. നിലവിലുള്ള സർക്കാരിന് വലിയ ക്ഷീണമൊന്നും പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ നാട് മുഴുവൻ അതിൻ്റെ പുറകിലാണ്. ഇതൊരു വലിയൊരു പിന്നെ വൈരുദ്ധ്യവുമാണ്, നമ്മുടെ ഒരു വങ്കത്തരവുമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയ ആണേലും സോഷ്യൽ മീഡിയ ആണേലും എല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടുന്നു, ചർച്ചകൾ തേടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മലയാളി സമൂഹം ഇത്ര അധപ്പതിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ഇത്രയേറെ ലോകപരിചയവും ഒക്കെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ മേലെത്തിക്കുകയാണ്. ആ സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അത് പിന്നെ KG മുതൽ അങ്ങ് ഗവേഷണ തലം വരെയുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾ അവരുടെ ഭാവി എന്തായിത്തീരും, അവർക്ക് സൗകര്യമുണ്ടോ, അവർക്ക് പുസ്തകം കിട്ടുന്നുണ്ടോ, അവർക്ക് പിന്നെ യൂണിഫോം സമയത്ത് കിട്ടുന്നുണ്ടോ, അല്ല അവർക്ക് ഉച്ചഭക്ഷണം ഉണ്ടോ, ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ ആളുണ്ടോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ വളരെ ആഘോഷമായിട്ട് പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ട് കൊടിതോരണങ്ങൾ കെട്ടി ചെണ്ടമേളമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളെ റിക്രൂട്ടിംഗ് ഏജന്റുമാർ ഓരോ കൊച്ചുങ്ങളെയും കൂടുതൽ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ എല്ലാം കൊടിതോരണം കൊടുക്കുക. ഈ കൊച്ചിങ്ങൾക്ക് അറിയത്തില്ല ഈ കൊടി, ചുവന്ന കൊടി ഏതാ, പിന്നെ മൂവർണ്ണക്കൊടി ഏതാ, അല്ലെങ്കിൽ പച്ചക്കൊടി ഏതാ. അവർക്ക് നോക്കുമ്പോൾ ഒരു കളർ ഉത്സവം. അതുകൊണ്ട് ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടാകുന്നല്ലാണ്ട് അത് അവരുടെ ജീവിതത്തിൽ ഭാവിയൊന്നും കാര്യമായിട്ട് സ്വാധീനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഭാവിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇതിനു മുമ്പ് ഞാൻ 1-2 തവണ എനിക്ക് സംസാരിക്കാനിടയായിട്ടുണ്ട്. ഇനി സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അടിസ്ഥാനപരമായൊരു വിഷയമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഇനിയും വീണ്ടും ഇതിലെ മറ്റു പല ഭാഗങ്ങളും, പുറത്തു വരാത്ത പല ഭാഗങ്ങളും പറഞ്ഞു തീർക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.